Assalamualaikum. Hi everyone. How are you all? It's me, your Farida ma'am, your English teacher. So welcome back to my English class. As usual today also we can start the class with dua for knowledge. Rabbi yassir wa la tu'assir wa tammim bil khair wa bika nasta'inu ya fattahu Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. Okay. So in the last class we have done the grammar portion. We had the lecture of grammar and now we are going to do the activities. നമ്മളിപ്പോൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഈ ഗ്രാമർ ജംഗ്ഷനിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ടെൻസുകളാണ് പഠിച്ചത്. പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ ഫോമും പഠിച്ചു, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോമും പഠിച്ചു അല്ലേ? അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, ഐ ജസ്റ്റ് വോണ്ട് ടു റിക്കോൾ ദ തിങ്സ് വാട്ട് വി ഹാവ് സ്റ്റഡീഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്സസ് ലൈക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ എന്താണ് പഠിച്ചതെന്ന് ജസ്റ്റ് മിസ് ഒന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾ ഒരുപാട് തവണ വീഡിയോസ് വാച്ച് ചെയ്തിട്ടുണ്ടാവും. യു വിൽ ബി തറോ വിത്ത് ദാറ്റ്, ബട്ട് വൺസ് അഗൈൻ ഐ എം ട്രൈങ് ടു ഹെൽപ്പ് യു ഔട്ട്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, then what? Present perfect continuous tense. Present perfect continuous tense. So these are the two tenses that I have taught you in the last videos. Continuous tense, okay? Present perfect continuous and present perfect simple. Then here, what's the rule for present perfect? Present perfect, we need to do have plus past participle form, isn't it? Have plus past participle form. Here have and plus past participle form of the verb. Past participle form of the verb. Okay, so present perfect simple tense, have plus past participle form of the verb. അപ്പോൾ ഹാവ് കാണും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ. ഹാവിൻ്റെ കൂടെ ചുമ്മാ ഒരു ഹാവ് അല്ല, ഹാവിൻ്റെ കൂടെ എന്ത് കാണും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് അല്ലേ? വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും കാണും. പിന്നെ വേറെ എന്താ? ഹാവ് കാണും, ഹാവ് പ്ലസ് നോട്ട് കാണും, പിന്നെ അതുപോലെ ഹാസ് കാണും, ഹാസ് നോട്ട് കാണും. അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ഓൾസോ വിൽ ബി there. Then what about present perfect continuous tense? Present perfect continuous tense has been plus verb plus ing. ഇപ്പോൾ ഹാവ് ആണെങ്കിൽ ഹാവ് ബീൻ, ഹാസ് ആണെങ്കിൽ ഹാസ് ബീൻ പ്ലസ് വേർബ്. ഇവിടെ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ല, വേർബ് അങ്ങനെ തന്നെ എഴുതിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ing അല്ലേ? ഡൂയിങ്, ഈറ്റിംഗ്, വാക്കിംഗ്, വർക്കിംഗ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ദ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഫോം. Okay, so these are the two forms that we have studied in the last classes, and today based on these two things we are going to do some activities. So let's go for that. So for that, please take your textbook, open page number 73. Open page number 73. Okay, so the first assignment, and that is first activity I'm giving you as an assignment, and you have to do that. Okay, so what's the question? Tick the sentences that are in the simple present perfect form. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോമിലുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതെന്താണ്? ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ട്? 1 2 3 4 5 6 ക്വസ്റ്റ്യൻസ് ആർ ദേർ. 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 6 ക്വസ്റ്റ്യൻസിനകത്ത് എന്ത് വേണം? ടിക്ക് ചെയ്യുക. ഏത്? പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്, സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോം ഉള്ളത്, അതായത് ഹാവ് ഓർ ഹാസ് പ്ലസ് വാട്ട്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ഹാവും ഹാസും അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വേർബിൻ്റെത് ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടിക്ക് ചെയ്യേണ്ടത് അല്ലേ? ഹാവ് ഓർ ഹാസ് പ്ലസ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വേർബ്. ഇതാണ് നമ്മൾ. ഇത് നിങ്ങൾ ഈ സെൻറ്റൻസിൽ എവിടെ കാണുന്നു അതിൻ്റെ നേരെയുള്ള ബോക്സ് ടിക്ക് ചെയ്യുക. I'll read the questions for you. You have to do this as an assignment. ഞാനിത് നിങ്ങൾക്ക് വേണ്ടി വായിച്ചു തരും, നിങ്ങളിത് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യുക. Meena has a pair of new shoes. Meena has a pair of new shoes. Then second one, അത് ചിന്തിക്കുക, അതിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഉണ്ടോ അതോ ഹാസ് മാത്രമേ ഉള്ളോ അത് നോക്കാം. Then Ronnie and Tarun have submitted their projects on time. അവിടെ have ഉണ്ട്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ submitted. And what is that? Present past participle form of the verb. Past participle form of the verb ഉണ്ടോ have ഉണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് അത് മാത്രം ടിക്ക് ചെയ്യുക. അത് വരുന്നത് മാത്രമാണ് present perfect tense. Third one, Mr. Mathur has bought a new house. Then Toto has 4 cute puppies. Turn the page. Amina and Rehan have grown out of their clothes. Mother is going to buy new ones for them.
Then last question. The teacher has invited a guest speaker for our community help class. Okay. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസിനകത്ത് ഏതാണോ പ്രസന്റ് പെർഫെക്റ്റ് സിമ്പിൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യുക. അതിൻ്റെ റൂൾ മിസ് പറഞ്ഞു, ഹാവ് ഓർ ഹാസ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, ഇഫ് യു ഫൈൻഡ് എ സെൻറ്റൻസ് ഹാവിങ് ഓൾ ദീസ് ഐറ്റംസ് there, then you can fix that as a present perfect tense. Okay, then you have to tick it. That will be your assignment. Do the things and I will send you the correct answers through WhatsApp, inshallah. Then what, we can go for the next activity, and that is fill in the blanks with has or have and the past participle form of the words given in the box. ഇതും അവർ പറയുന്നത് എന്തെന്നാണ്, ഈ തന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ആൻസേഴ്സ് എഴുതുക. ആ ആൻസേഴ്സ് എഴുതുമ്പോഴത്തേനും ഈ സെൻറ്റൻസ് എന്തായി മാറും, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലായി മാറും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, കാരണം അവർ പറയുന്നുണ്ട് ഇത് ഹാസ് അല്ലെങ്കിൽ ഹാവ് അതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാൻ. ഹാസ് അല്ലെങ്കിൽ ഹാവ് അതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ചെയ്യുന്ന ഒരേ ഒരു സംഗതി എന്താണ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ. സോ ഒബ്വിയസ്ലി ദിസ് ഓൾസോ ബിലോങ്സ് ടു ദിസ് കാറ്റഗറി. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഡു ദിസ് ആക്ടിവിറ്റി. സോ ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. First question. Already the answers are given as brackets. Bake. These are the past participle form of the verbs. Close. See. Lose. Work. Okay, these are the words given in brackets. And the first question. The workers dash hard all right all night to repair the track. Second question. The company dash its operations in India. Questions are given in front of you in the textbook. You just read that and try to think about the answers. ഈ സമയത്ത് നിങ്ങൾ ആൻസേഴ്സിനെ കുറിച്ച് ആലോചിക്കുക. ആയിഷ dash her car keys. She is going home in an auto. Then what, I dash such rashes before. It is an allergy. Fifth, the cook dash a beautiful cake. ഇതിന്റെ ആൻസർ അല്പം നിങ്ങൾക്ക് വേഗം മനസ്സിലായിട്ടുണ്ടാവും. Cake for your birthday party. Okay, so we have finished writing the questions. Then what? Okay, let me see. First question. The workers dash hard all night to repair the track. Workers രാത്രി ഫുള്ള് വർക്ക് ചെയ്തു എന്തിനാ ട്രാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദ വർക്കേഴ്സ് ഡാഷ് ഹാർഡ്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസറാണ് നമുക്ക് എഴുതേണ്ടത്, വർക്ക് എന്നുള്ളത്. അപ്പം കുറച്ച് ആൻസേഴ്സ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് എഴുതേണ്ടത്. ഹാവിൻ്റെ കൂടെ ഹാവ് അല്ലെങ്കിൽ ഹാസ് അതിൻ്റെ കൂടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ചുമ്മാ ഹാർഡ് മാത്രം തന്നു, ഇവിടെ ചുമ്മാ വർക്ക് മാത്രം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വർക്ക് എന്നുള്ളതിൻ്റെ എന്തിനാണ് നമ്മൾ എഴുതേണ്ടത്, വർക്കേഴ്സ് വന്നല്ലേ. അപ്പോൾ വേറൊരാളെ കുറിച്ചല്ലേ പറയുന്നത്, ദ വർക്കേഴ്സ് ഹാവ് വർക്ക്ഡ് അല്ലേ. ഹാവ് എന്നുള്ളത് എന്തെങ്കിലും വേണമല്ലോ, ഒന്നുകിൽ ഹാവ് അല്ലെങ്കിൽ ഹാസ്. അപ്പോൾ ഹാവ്, പിന്നെ വർക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്, വർക്ക്ഡ്. വാട്ട് ഈസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് വെർബ്, വർക്ക്, വർക്ക്ഡ്. What is the past participle form of the verb? Work, worked. Work എന്ന വേർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് വർക്ക്ഡ്. അതിൻ്റെ കൂടെ നമ്മൾ ഹാവ് യൂസ് ചെയ്തു. Did you get the answer? നിങ്ങൾക്ക് മനസ്സിലായോ? Did you get it? Did you understand this?
The workers have worked hard all night to repair the track. Now we are moving on the second one. The company dash its operations in India. The company dash its operations in India. Close. If we select the answer as close, we can't write the exact way what we had got in the bracket. Bracket la namakku kittiyadu pole namakku ezhudan pattilla. We have to change the form. We have to change the into past participle form. Okay, ആ വേർബിന്റെ past participle form ചെയ്യാം. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എന്താണ് have എങ്കിൽ have, has എങ്കിൽ has. Okay, so here what the company has closed അല്ലേ, ഇവിടെ കമ്പനി എന്നാ പറയുന്നത്. അപ്പോൾ കമ്പനി has വന്നു. പിന്നെയോ past participle form of this verb closed. The company has closed its operations in India. And third one, Aisha dash her car keys. She is going home in an auto. അപ്പോൾ ആയിഷ നമുക്കറിയാം വേറെ ഹീ ഷീ ഒക്കെ വരുമ്പോഴത്തേന് ഹീ ഷീ പിന്നെ തേർഡ് പേഴ്സൺ ഒക്കെ വരുമ്പോൾ എന്താണ് ഓഫ് കോഴ്സ് ഹാസ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്തോ ഉപയോഗിക്കാം, ഹാസ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഹാസ് നമുക്കറിയാം, ഹാസ് ഇവിടെ എഴുതണം. പിന്നെയോ പിന്നെ ഏത് വേർബാണ് ഇവിടെ എഴുതുക? ചുമ്മാ വേർബ് എഴുതിയാൽ പോരെ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ്. എന്തായാലും കീ നഷ്ടപ്പെട്ട് കാണും, അതുകൊണ്ടല്ലേ അവൾ ഓട്ടോയിൽ പോകുന്നത്. കാറിൻ്റെ കീ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കുമല്ലോ ഓട്ടോയിൽ പോകുന്നത്. അപ്പോൾ നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ അർത്ഥം വരുന്നതാണ് ലൂസ്. ഓക്കെ, അപ്പോൾ എന്തെന്നാ വരിക? വാട്ട് ഈസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ലൂസ്? ലോസ്റ്റ് അല്ലേ. അപ്പോൾ എന്തെന്നാണ്? ആയിഷ ഹാസ് ലോസ്റ്റ്. ആയിഷ ഹാസ് ലോസ്റ്റ്. അതാണ് ആൻസർ. അത് കഴിഞ്ഞിട്ടോ ഐ ഡാഷ് സച്ച് റാഷസ് ബിഫോർ ഇറ്റ് ഈസ് ആൻ അലർജി. ഞാൻ ഈ റാഷസ് മുന്നേ ഇതുവരെ കണ്ടിട്ടില്ല, ഇത് അലർജി ആണ് അല്ലേ. അപ്പോൾ ഐ വന്നു. ഐ വരുമ്പോൾ ഓബ്വിയസ്ലി വാട്ട് വിൽ ബി ദെയർ? ഹാവ് ഓർ ഹാസ്? ഐ വന്നാൽ ഹാവ് ആണോ ഹാസ് ആണോ? ഐ യു വി ഇതേക്കെ മിസ് പഠിപ്പിച്ചല്ലേ? യെസ്, ഹാവ് അല്ലേ. അപ്പോൾ ഐ ഹാവ് വന്നു. ഓക്കെ, പിന്നെയോ അപ്പോൾ കണ്ടിട്ടില്ല എന്നല്ലേ അർത്ഥം. അപ്പോൾ കണ്ടിട്ടില്ല എന്നർത്ഥം വരുന്ന സി. അപ്പോൾ സി വരുന്നു, പക്ഷേ പ്രസൻറ്റ് പെർഫെക്റ്റിനകത്ത് വരുമ്പോൾ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. വാട്ട് ഈസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദിസ് വേർഡ്? See, seen. What? Seen. Okay, I have seen such rashes before it's an allergy. ഞാൻ ഇതുപോലത്തെ റാഷസ് മുന്നേ കണ്ടിട്ടുണ്ടെന്നാട്ടോ. കണ്ടിട്ടില്ല എന്നല്ല. I have seen such rashes before. ഞാൻ ഇങ്ങനത്തെ റാഷസ് മുന്നേ കണ്ടിട്ടുണ്ട്. ഇതൊരു അലർജിയാണ്. ഓക്കെ, നെക്സ്റ്റ്. The cook dash a beautiful cake for your birthday party. അപ്പോൾ എന്താ ഇവിടെ കുക്ക് എന്ത് ചെയ്യാണ്? The cook dash a beautiful cake. നല്ല അടിപൊളി ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടി അടിപൊളി ഒരു ബർത്ത്ഡേ കേക്ക് ആരുണ്ടാക്കി? കുക്ക് അല്ലേ. അപ്പോൾ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാം, ബേക്ക് അല്ലേ. കേക്ക് ബേക്ക് ചെയ്യല്ലേ ചെയ്യുക. അപ്പോഴോ ദ കുക്ക് വേറെ ആളല്ലേ. അപ്പോൾ എന്തെന്നാ അവിടെ എന്ത് വരും? ഹാവോ ഹാസോ? ദ കുക്ക് ഹാസ്. പിന്നെയോ വാട്ട് ഈസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദിസ് വേർഡ് ബേക്ക്? ബേക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്താണ്? ബേക്ഡ്. ഓക്കെ, ബേക്ഡ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബേക്ഡ്. Did you get it? So we got all the answers. അപ്പോൾ ഇത്ര ആൻസേഴ്സ് നമുക്ക് കിട്ടി. ദ കുക്ക് ഹാസ് ബേക്ഡ് എ ബ്യൂട്ടിഫുൾ കേക്ക് ഫോർ യുവർ ബർത്ത്ഡേ പാർട്ടി. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഈ അസൈൻമെൻറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെന്നാണെന്ന് അറിയാമോ? നോട്ട് അസൈൻമെൻറ്റ്, ദിസ് ആക്ടിവിറ്റി വി ഹാവ് ഫിനിഷ്ഡ്. The third one, rewrite the following sentences using the clues given in brackets. One has been done for you. അപ്പോൾ ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസ് എല്ലാവരും എന്തെന്നാണ് ആ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന ക്ലൂ നോക്കിയിട്ട് റീറൈറ്റ് ചെയ്തെഴുതുക. യു ഹാവ് ടു റൈറ്റ് ദാറ്റ് അഗെയിൻ ഇൻ എ കറക്റ്റ് ഫോം. അപ്പോൾ എന്തെന്നാണ് ബ്രാക്കറ്റിൽ പലത് തരും. ചിലപ്പോൾ അവർ പറയും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതിക്കോ. സംടൈംസ് വാട്ട് ദേ ആസ്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിൾ. ഓക്കെ, നിങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റ് സിമ്പിളിൽ എഴുതിക്കോ. സംടൈംസ് ദേ ആസ്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ ഈ രണ്ട് ടെൻസ് മാറി അവർ ചോദിക്കുന്നുണ്ട്. പിന്നെയോ അവരതനുസരിച്ചുള്ള വേർബ് തന്നുണ്ട്. അപ്പോൾ ആ വേർബ് അതനുസരിച്ച് നമുക്ക് മാറ്റേണ്ടി വരും. സോ ദിസ് ഓൾസോ യു ഹാവ് ടു ഡു ആസ് ആൻ അസൈൻമെൻറ്റ് ആൻഡ് ഇൻഷാല്ലാ ഐ വിൽ ഗിവ് യു ദ ആൻസേഴ്സ് ഓൾസോ. സോ യു ഗോട്ട് ഇൻ ടുഡേസ് ക്ലാസ് യു ഗോട്ട് 2 അസൈൻമെൻറ്റ്സ്. 2 അസൈൻമെൻറ്റ് കിട്ടി. അതായത് ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് ആക്ടിവിറ്റി ആൻഡ് തേർഡ് ആക്ടിവിറ്റി യു ഗോട്ട് ആസ് ആൻ അസൈൻമെൻറ്റ്. സെക്കൻഡ് ആക്ടിവിറ്റി ഐ ഹാവ് ഡൺ ഓൺ ദ ബോർഡ്. യു ഹാവ് ടു കോപ്പി ദിസ് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. Then what? Third activity that you have to write in your notebook when I send the answers. ഞാൻ ആൻസർ തന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? മൂന്നാമത്തെ ആക്ടിവിറ്റി യു ഹാവ് ടു കോപ്പി ദാറ്റ് ഇൻ ദ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യുക. പിന്നെ എന്താണ് റൈറ്റിംഗ് ജംഗ്ഷൻ ഉണ്ടല്ലേ. റിച്ചാർഡ് വിറ്റിംഗ്ടൺ ഹാസ് എ കാറ്റ്. കാറ്റ് ഇസ് ആൻ ആനിമൽ ദാറ്റ് ഇസ് ഫോർ ആൻഡ് ഇസ് മോസ്റ്റ്ലി ഫൗണ്ട് ഇൻ അവർ നിയർ ഹൗസസ്. ഹിയർ ഇസ് എ ഫാക്ട് ഫയൽ ഓൺ കാറ്റ്സ്. ഇവിടെ ഒരു ഫാക്ട് ഫയലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താണ്? ഒരു കാറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഫാക്ട് ഫയലാണ്. അപ്പോൾ എന്താണ് ഫാക്ട് ഫയൽ? അതിൻ്റെ ഫോർമാറ്റാണ് തന്നിരിക്കുന്നത്. വി ക്യാൻ ഗോ ഫോർ ദാറ്റ്. ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ലാറ്റിൻ നെയിമിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ ലാറ്റിൻ നെയിം എന്താണ്? ഫെലിസ് കാറ്റസ്.
പിന്നെ അതിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് ബിലോങ്സ് ടു ആ ഫാമിലി ഓഫ് പ്രഡേറ്റേഴ്സ് ലൈക്ക് ടൈഗേഴ്സ്, ലയോൺസ്, ലെപ്പേർഡ്സ് ആൻഡ് പാന്തേഴ്സ് അല്ലേ, ഈ കുടുംബത്തിൽപ്പെട്ട ആളാണ് കക്ഷി. പിന്നെയോ ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഒറിജിൻ എവിടാണ്? റിസർച്ച് സജസ്റ്റ് ദാറ്റ് ദേ ഒറിജിനേറ്റഡ് ഫ്രം ദ ആഫ്രിക്കൻ വൈൽഡ് കാറ്റ് ദാറ്റ് ഇവോൾവ്ഡ് അബൌട്ട് 12 മില്യൺ ഇയേഴ്സ് എഗോ. 12 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്കൻ വൈൽഡ് കാറ്റിൽ നിന്നുമാണ് ഇതിൻ്റെ ഒറിജിൻ, ഇതിൻ്റെ ഉത്ഭവം. പിന്നെ ടൈപ്പ്, ഇത് എങ്ങനത്തെ ടൈപ്പാണ്, വൈൽഡ് ആണോ ഡൊമസ്റ്റിക് ആണോ? ഡൊമസ്റ്റിക്. ലൈഫ് എക്സ്പെക്റ്റൻസി, ഇത് എത്ര നാൾ വരെ ജീവിച്ചിരിക്കും? 12 to 15 ഇയേഴ്സ്. ഇതിൻ്റെ വെയിറ്റ് എന്താണ്? പിന്നെ അടുത്ത നമ്മൾ വെയിറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആവറേജ് വെയിറ്റ് 4 to 5 kg, ഒരു 4-5 കിലോ ഒക്കെ വരുള്ളൂ. കളർ പല കളറിൽ അല്ലേ, പിന്നെ അതിൻ്റെ കളറിനെ കുറിച്ചിട്ടാണ് മെൻഷൻ ചെയ്യുന്നത്. വൈറ്റ്, ബ്ലാക്ക്, ബ്രൗൺ, യെല്ലോ, സ്ട്രൈപ്ഡ് ഓർ സ്പോട്ടഡ്. ദെൻ വാട്ട്? ദെൻ ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഹാബിറ്റാറ്റ് ഇൻ ആൻഡ് അറൗണ്ട് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്. ഇതിനി എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ മനുഷ്യരൊക്കെ താമസിക്കുന്നതിൻ്റെ അടുത്തൊക്കെ തന്നെ. ഡൊമസ്റ്റിക്കേറ്റഡ് ഫോർ ഓവർ 7,000 to 10,000 ഇയേഴ്സ് അല്ലേ, ഇത്രയും നാളായിട്ട് ഇതിനെ ഇങ്ങനെ ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ട് തന്നെയാണ് വളർത്തുന്നത്. ദെൻ ഫിസിക്കൽ ഫീച്ചേഴ്സ്. ശരി, ഇനി അതിൻ്റെ ഫിസിക്കലായിട്ടുള്ള അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫറിയാണ്, സ്ട്രോങ് ആണ്, ഫ്ലെക്സിബിൾ ബോഡിയാണ് ഇല്ലേ, ഇങ്ങനെ കിളാന്നൊക്കെ തോന്നും ഇല്ലേ. ക്വിക്ക് റിഫ്ലെക്സസ് ആണ്, പെട്ടെന്ന് അത് പ്രതികരിക്കും ഇല്ലേ, ഒന്ന് തട്ടി അപ്പോഴേ ചാടി എഴുന്നിട്ട് അങ്ങനെ. ഷാർപ്പ് റിട്രാക്റ്റബിൾ ക്ലോസ് അല്ലേ, അറിയാം അതും. ആൻഡ് ടീത്ത് അഡാപ്റ്റഡ് ഫോർ കില്ലിങ് സ്മോൾ പ്രേ, കുഞ്ഞ് അതിൻ്റെ ഇരയൊക്കെ തിന്നാനും വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ കടിക്കാനും വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി പല്ലുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സൊക്കെ കഴിഞ്ഞു. പിന്നെയോ കോമൺ ബ്രീഡ്സ്. ഇനി അതിൻ്റെ വംശത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം, കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടൊക്കെ. സയാമീസ്, പേർഷ്യൻ, ബംഗാൾ, ബ്രിട്ടീഷ് ഷോതേർ, ബർമീസ്, അമേരിക്കൻ ഷോതേർ, എക്സോട്ടിക് ഷോതേർ, മെയിൻ കൂൺ, റാഗ്ഡോൾ, സ്ഫിങ്സ്, ഹിമാലയൻ, ടർക്കിഷ് അങ്കോര. കണ്ടോ, ഈ ടൈപ്പിലെല്ലാം ഈ സാധനത്തിന് കിട്ടും. ഇങ്ങനെ എല്ലാം പല സ്പീഷീസ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ, കോമൺ ബ്രീഡ്സ്. ഇനി അപ്പോൾ എന്താണ്, ഇതാണ് എന്തെന്ന് ഒരു ഫാക്ട് ഫയൽ എന്ന് പറഞ്ഞാൽ. വോട്ട് യു മീൻ ബൈ ഫാക്ട് ഫയൽ? ഫാക്ട് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബ്രീഫ് ഹിസ്റ്ററി റിഗാർഡിങ് എ പർട്ടിക്കുലർ സ്പീഷീസ്. ഒരു സ്പീഷീസിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ഹിസ്റ്ററി തരികയാണ്, അതിൻ്റെ പല സെക്ഷനെ കുറിച്ചിട്ടും. അത് ഫാമിലി ഏതാണ്, അത് ഹാബിറ്ററ്റ് എന്താണ്, അതിൻ്റെ വെയിറ്റ് എന്താണ്, ഫിസിക്കൽ ഫീച്ചേഴ്സ് ആൻഡ് ഹൗ ക്യാൻ ദ ഈറ്റ്, അങ്ങനെ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഓരോ ടോപ്പിക് ബേസിൽ തരുന്നതിനാണ് എന്ത് പറയുന്ന ഫാക്ട് ഫയൽ. ആൻഡ് ദേ ഹാഡ് ഗിവൻ ഹിയർ the fact file of a cat, and now you need to prepare the fact file of anaconda. Are you ready? അപ്പോൾ ആനക്കോണ്ടയെ കുറിച്ചിട്ട് നിങ്ങൾ എന്നാ ചെയ്യണം, ഒരു ഫാക്ട് ഫയൽ റെഡിയാക്കുക. That you have to try it by yourself, like you have to search in the Google, like that you can find it out. Okay, so hope you got 3 assignments then. Okay, so 2 assignments answers I will give you. The third assignment answer I won't give you, and that you have to find out. Okay, so the answers will be different. Let me see that how many different answers I will get. ഞാൻ നോക്കട്ടെ എത്ര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടുന്നു. So mashallah, thus we have finished the chapter 7, and inshallah we'll start the next chapter through WhatsApp audio clip. Okay, inshallah, till then you take care. Assalamu alaikum.